ഹായ് ഓൾ, നമസ്കാരം. അബീസ് ബസലി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ട്രാൻസ്പെറൻറ്റ് സോപ്പിൻ്റെ മേക്കിംഗ് ഐഡിയാസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു വെയ്റ്റ് മെഷീൻ വേണം, ഒരു മെഷർമെൻറ്റ് കപ്പ് വേണം. നിർബന്ധമായിട്ടും ഇത് രണ്ടും വേണം കേട്ടോ, ഒരു വെയ്റ്റ് മെഷീനും ഒരു മെഷർമെൻറ്റ് കപ്പും. ഇങ്ങനത്തെ കപ്പാണെങ്കിൽ ഏറ്റവും നന്നായി കേട്ടോ. പിന്നെ എൻ്റെ സോപ്പാണ് ഇതൊരു ത്രിവർണ്ണ പതാകയൊക്കെ പോലെ ഉണ്ട് അല്ലേ. ഇത് കോൾഡ് പ്രോസസ്സിങ് ആണ് കേട്ടോ. മേക്കിംഗ് വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടേ കാണുള്ളൂ എന്ന് മാത്രം. ഇത് കോൾഡ് പ്രോസസ്സിങ് ആണ്. അപ്പോൾ നമുക്ക് സോപ്പ്, ട്രാൻസ്പെറൻറ്റ് സോപ്പിൻ്റെ നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ബിൽഡർ വേണം, ബോൺ വേണം, ഫില്ലർ വേണം. അപ്പോൾ നമ്മുടെ ബോണെന്ന് പറയണത് നമ്മുടെ ഓയിലാണ് കേട്ടോ. ട്രാൻസ്പെറൻറ്റ് സോപ്പ് എന്നല്ല, ഏത് സോപ്പ് ഉണ്ടാക്കാനും അതിൻ്റെ ബോൺ എന്ന് പറയണത് ഓയിലാണ്. അതിൽ ഏറ്റവും നല്ല ഓയിൽ സപ്പോളിക് വാല്യൂ, സാപ്പ് വാല്യൂ ആണ് സോപ്പ്. അപ്പോൾ സപ്പോളിക് വാല്യൂ നടന്നാൽ മാത്രമേ സോപ്പാവുള്ളൂ. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്, കോക്കനട്ട് ഓയിൽ. സപ്പോളിഫിക്കേഷൻ വാല്യൂ ഓരോന്നിനും വ്യത്യസ്തങ്ങളാണ്. സോപ്പിനായാലും പാം ഓയിലിനായാലും ബദാം ഓയിലിനായാലും അങ്ങനെ ഓരോ ഓയിലിനും വ്യത്യാസങ്ങളാണ് സാപ്പ് വാല്യൂ. അപ്പോൾ ഏറ്റവും നല്ല ഇത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ്. നമ്മുടെ സ്കിന്ന് സ്മൂത്തായിരിക്കാനും അതേപോലെ സോപ്പ് നല്ല പതണ്ടായിരിക്കാനും എല്ലാറ്റിനും നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഇനിയത്തെ ഓരോ ഐഡിയാസ് വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഞാനിങ്ങനെ ഓരോ ഐഡിയ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ മേക്കിംഗ് ഐഡിയാസ് നിങ്ങൾക്ക് കൊടുക്കണം. ഇനി നമുക്ക് ഫില്ലറാണ് വേണ്ടത്. അടുത്തത് ഫില്ലറാണ്, സ്റ്റിയറിക് ആസിഡാണ്. എന്താണ് സ്റ്റിയറിക് ആസിഡ് എന്നും എന്തിനാണത് ഉപയോഗിക്കണമെന്നും എല്ലാം ഇനിയത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ സ്റ്റിയറിക് ആസിഡിൻ്റെ ഗുണങ്ങളെല്ലാം കൂട്ടി ഒരു വേറെ വീഡിയോ ഇടാം. ഇനി വേണ്ടത് നമുക്ക് ബിൽഡറാണ്. ഇപ്പോൾ ബിൽഡർ എന്താ വെച്ചാൽ കാസ്റ്റിക് സോഡ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡയാണ് അതിൻ്റെ ബിൽഡർ. പിന്നെ വേണ്ടത് TEA, ട്രൈ എഥനോൾ അമീൻ. ഈ 4 ഐറ്റംസ് ഉണ്ടെങ്കിലും നമുക്ക് ട്രാൻസ്പെറൻറ്റ് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നല്ല ട്രാൻസ്പെറൻ്റായി കിട്ടാൻ, നല്ല ഗ്ലാസ് പോലെ ട്രാൻസ്പെറൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഈ 4 എണ്ണം ഉണ്ടെങ്കിലും ട്രാൻസ്പെറൻറ്റ് സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇത്തരം മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ മേക്കിംഗ് ഐഡിയാസ് വീഡിയോ ഇടനാട്ടി മുന്നേ മേക്കിംഗ് ഐഡിയാസൊക്കെ ഞാൻ ഇത് എൻ്റെ ചാനലിൽ ഇടാം. നിങ്ങൾ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കുന്ന വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം വീഡിയോസായിട്ട് ഞാൻ മുന്നോട്ട് പോവുള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്തരം വീഡിയോസായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിത് നോട്ടൊക്കെ ആയിട്ട് എഴുതി വയ്ക്കൂ. വിശദമായ വീഡിയോകൾ, ഓരോ ഐറ്റംസിൻ്റെ വിശദ വീഡിയോകൾ നമുക്ക് ഇനി വീണ്ടും ഞാനിടാം കേട്ടോ. കാസ്റ്റിക് സോഡ ഉപയോഗിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. കുട്ടികളുള്ള വീട്ടിലൊക്കെ സോപ്പ് ഉണ്ടാക്കുന്നവർ കാസ്റ്റിക് സോഡ നന്നായി കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തരം വീഡിയോസ് ചെയ്യണത്. നിങ്ങളെ വാച്ചിങ്ങും ലൈക്കും കമൻസൊക്കെ തന്നെയാണ് അടുത്ത വീഡിയോ ഏതാണ് വേണ്ടത് എന്നുള്ളത്. അതിനനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യൂ കേട്ടോ. ആരും വാച്ച് ചെയ്യാതെയും ഷെയർ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി അറിവുകൾ മിസ്സായി പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തരം വീഡിയോസ് ഇനിയും ഇടാം. നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ മാത്രമേ ഇടുള്ളൂ. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.